ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി കൃഷി തന്നെയാണ് താരം. തക്കാളി കൃഷിയിൽ നമ്മൾ മൂന്നാമത്തെ വളപ്രയോഗവും കുറച്ച് ടിപ്സുകളൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പലരും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ തക്കാളി ചേച്ചി എന്താണ് ചേച്ചി കൃഷി ചെയ്യാത്ത, എന്തുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്, ടെറസിലെ കൃഷിയൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ തക്കാളി എന്തായാലും നല്ല വൃത്തിക്ക് വരട്ടെ, എന്നിട്ട് നമ്മൾ കാണിക്കാന്നല്ലേ. തക്കാളിയുടെ 1ഉം 2ഉം വളപ്രയോഗമൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ഇടയ്ക്കൊക്കെ ഞാൻ നമ്മുടെ സ്ലറികൾ, പല രൂപത്തിലുള്ളതായ സ്ലറികളൊക്കെ, എന്താ ജൈവ സ്ലറി മാത്രമല്ല, നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകൾ വെച്ചിട്ടും അതേപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ചതും ഒക്കെ കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് നമ്മുടെ തക്കാളിയും നല്ല രീതിയിലാണ് വളർന്നു വന്നിരിക്കുന്നത്. ഈ വീട്ടില് ഒറ്റ വേസ്റ്റും വെറുതെ പോകത്തില്ല. ഇവിടുന്ന് നമ്മൾ കഴിക്കുന്നു, അതിന് എന്തെങ്കിലും വേസ്റ്റ് വന്നാൽ അതെങ്ങനെയെങ്കിലും മമ്മി വേറെ ഏതെങ്കിലും രീതിയിലാക്കിയിട്ട് പിന്നെയും നല്ല രീതിയിൽ കൃഷി ആവാൻ വേണ്ടി മമ്മി എങ്ങനെയെങ്കിലും ആക്കിയെടുക്കും. അപ്പോൾ വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ നമ്മുടെ തക്കാളി കൃഷി നന്നാക്കാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അല്ലേ. ഒരു വീട്ടിലും വേസ്റ്റ് ഇല്ല, എല്ലാരും വേസ്റ്റ് ഒക്കെ ഇല്ലാഞ്ഞിട്ട് അടുത്ത വീട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് വാങ്ങിക്കണം വേണ്ടെന്നുള്ള ചിന്തയിലൊക്കെ പൊക്കോണ്ടിരിക്കുവാണ് ഇപ്പോൾ. ഞാൻ വിചാരിച്ചു ബക്കറ്റും കൊണ്ട് ഇനി വേസ്റ്റ് എടുക്കാൻ പോകേണ്ടി വരുമോ എന്നൊന്നും ആലോചിക്കാതെ ഇരുന്നിട്ടില്ല. ഇവിടെ നിറഞ്ഞൊരു ഉള്ളി കണ്ടിച്ച് അതിന്റെ തൊലി അങ്ങോട്ട് മാറ്റി വെച്ച് നീ എന്തിനാ ഉള്ളി കളയുന്നത് ഉള്ള രീതി വരെ ഇപ്പൊ എത്തിയിട്ടുണ്ട്. അത്ര അമൂല്യമായിക്കൊണ്ടിരിക്കുകയാണ് വേസ്റ്റ്. അപ്പോൾ നിങ്ങളും ഈ പാതയിലോട്ട് തുടരുക. പലരും ഇങ്ങനെ വേസ്റ്റുകൾ പല രൂപത്തിലാക്കി കൃഷികൾ കൊഴിച്ചിട്ട് വീട്ടിന് ചുറ്റും ഇപ്പൊ നല്ല പച്ചപ്പാന്ന് പറയുന്നവരുണ്ട്. നമ്മൾ കണ്ടല്ലോ നമ്മുടെ വീഡിയോസ് നിറച്ചും പച്ചപ്പായിരിക്കുന്നത്. അതൊക്കെ കൊണ്ടാണ് മമ്മിയുടെ എഫേർട്ടൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ അതൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞു തരുന്നത് മമ്മി. അപ്പോൾ ഇനി മമ്മി ഏറ്റെടുത്തോളം മമ്മി പറഞ്ഞോളൂ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം. ഓക്കെ. അപ്പം നമ്മൾ തക്കാളി നട്ട രീതിയും നമ്മൾ 1ഉം 2ഉം വളപ്രയോഗമൊക്കെ നടത്തിയ രീതിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറച്ച് ആട്ടിൻകാഷ്ടം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചാരം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആട്ടിൻകാഷ്ടം ഇല്ലാത്തൊരു ചാണകപ്പൊടി എടുക്കുക, അതില്ലാത്തൊരു കമ്പോസ്റ്റ് എടുക്കുക, എന്ത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. പക്ഷേ ഈ പ്രായത്തിൽ നമ്മൾ കോഴിവളം യാതൊരു കാരണവശാലും ഇട്ട് കൊടുക്കരുത്. കോഴിവളം എന്ന് പറഞ്ഞാൽ ഒരു 30-40 ദിവസമൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല. കാണാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് അതേപോലെ നിങ്ങൾ കൃഷി ചെയ്യണം. എത്ര പെട്ടെന്നാണ് നമുക്കണ്ട് കായൊക്കെ വരാൻ തുടങ്ങിയത്. രണ്ടാമത്തെ വളമിടുന്ന വീഡിയോയിൽ പിന്നെ പൂവൊക്കെ ചെറുതായിട്ട് വരുന്നത് മാത്രമേ കണ്ടുള്ളായിരുന്നു അല്ലേ. ഇപ്പം കണ്ടില്ലേ നമ്മുടെ തക്കാളിയിൽ കായൊക്കെ വരാൻ തുടങ്ങി. നല്ല രീതിയിൽ നല്ല പൂക്കളൊക്കെ കണ്ട മണ്ട വരെ പൂക്കൾ വരാനായിട്ട് തുടങ്ങി. ഒരു ചട്ടി ചാണകം എടുത്താൽ അരച്ചട്ടി ചാരം എടുക്കാം. പിന്നെ നമുക്കൊരു 1/4 ഭാഗത്തോളം പിന്നെ സൂപ്പർ മീൽ ഇട്ട് കൊടുക്കാം. സൂപ്പർ മീൽ കുറഞ്ഞിരുന്നാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഒരു 3 ചിരട്ടയാണ് ഇതിനകത്ത് എടുത്തത്. കോളിഫ്ലവറും ക്യാബേജും തക്കാളിയും കൂടെ ഒരു 10-25-27 മൂടോളം ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ ഇത്രയും തികയത്തില്ല എങ്കിലും നമുക്ക് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് കുറേശ്ശെ ചെയ്യാം. അപ്പോൾ അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ചാണകത്തിൻ്റെ കട്ടയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് നല്ലതുപോലെ ഉടച്ചു കൊടുത്ത് ഈ സൂപ്പർ മീലും ചാണകവും നമ്മുടെ കൈ കൊണ്ട് ഒരു 2-3 പിടി വെള്ളം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ വളപ്രയോഗമൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തക്കാളിയൊക്കെ പിടിക്കുന്നത്, നല്ലതുപോലെ പൂക്കളുമൊക്കെ പിടിക്കുന്നത്. അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇതേപോലെ നല്ലതുപോലെ വിഷമില്ലാത്ത തക്കാളി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ക്യാബേജും കോളിഫ്ലവറും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കാണാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് കാണുക. ആ വളപ്രയോഗമൊക്കെ ഒന്ന് ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ തക്കാളി കൃഷിയിലും എന്താണെന്ന് ചെയ്യുന്ന ടിപ്സുകളൊക്കെ ഒന്ന് കാണാം. അപ്പം ആദ്യം മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചെടികളിൽ എന്തെങ്കിലും മഞ്ഞ നിറത്തിലുള്ളതായ ഇലകൾ കണ്ടാൽ നമ്മളതിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം എന്നുള്ളത്. അപ്പോൾ തണ്ടിനോട് ചേർന്ന് കട്ട് ചെയ്ത് കുറച്ച് മാത്രം വിട്ടിട്ട് നമ്മളതിനെ കട്ട് ചെയ്ത് മാറ്റുക. എല്ലാം ഒന്നും കട്ട് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രൂണിങ്ങോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ചിലരൊക്കെ പറയാറുണ്ട് അതിൻ്റെ കൊമ്പുകൾ ഇടയ്ക്കുന്നുള്ള കൊമ്പുകളൊക്കെ വെട്ടിക്കൊടുത്താൽ പിന്നെയും വേറെ കൊമ്പുകൾ വരുമെന്ന്. പക്ഷേങ്കിൽ ഞാനൊന്നും വെട്ടിക്കൊടുത്തിട്ടില്ല. പിന്നെ ഏറ്റവും താഴ്ന്നുള്ള കൊമ്പിൽ പോലും നമുക്ക് പൂക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഒരു കുഞ്ഞി തണ്ടായിട്ട് പോലും അതിനകത്തും ഉണ്ട് പൂക്കൾ. ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ടിരിക്കുക. അപ്പം അതിന് വെട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നി. അതല്ലാന്നുണ്ടെങ്കിൽ വെട്ടിക്കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ചെടിയിൽ പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കരിഞ്ഞും പഴുത്തും ഒക്കെ നിൽക്കുന്നതായ ഇലകൾ നമ്മൾ പറിച്ച് മാറ്റി അങ്ങ് കളഞ്ഞേക്കാം. അപ്പോൾ പലർക്കും പല പ്രശ്നങ്ങളാണ് ഏത് പച്ചക്കറി നട്ടാലും ഉണ്ടാകുന്നത്. തക്കാളി നടുമ്പോൾ പലർക്കും അത് ഫുള്ള് വാടിപ്പോകുന്നതായിട്ട് പരാതി പറയാറുണ്ട്.
പിന്നെ എന്താണ് വെള്ളീച്ച ശല്യം, അതുപോലെ തന്നെ ചിത്രകീടങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ ഈ തക്കാളിയിൽ എനിക്ക് അങ്ങനെ വാട്ടമോ അതുപോലെ തന്നെ വെള്ളീച്ചയോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ആ ചെയ്ത വളപ്രയോഗമൊക്കെ ഉണ്ടല്ലോ, ഇടയ്ക്ക് നിങ്ങൾ 1 സ്പൂൺ കുമ്മായം ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കണം. മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും 1 സ്പൂൺ കുമ്മായം ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ നല്ല വാട്ടമൊന്നുമില്ലാതെ നമ്മുടെ ചെടികളൊക്കെ നല്ലതുപോലെ വളർന്നു വരും. അതുപോലെ തന്നെ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഈ കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് ഒളിപ്പിച്ചത് കൊണ്ടുവന്ന് ഒഴിക്കുക. പിന്നെ ആഴ്ചയിൽ 1 ദിവസം നമ്മൾ ജൈവ സ്ലറി ഒഴിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. 1-2 ദിവസം നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഒഴിച്ചാൽ നമ്മുടെ ചെടികൾക്ക് നല്ല ആരോഗ്യത്തോടുകൂടി വളർന്നു വരും. പിന്നെയെന്ന് വെച്ചാൽ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിനി 3ാമത്തെ വളപ്രയോഗം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ പോവുകയാണ്, നോക്കിക്കോളൂ. അപ്പോൾ ഈ തക്കാളിയുടെ മൂട്ടിൽ നമ്മൾ കുറേ ചീര ഇങ്ങനെ പാകിയിട്ടുണ്ടായിരുന്നു, എല്ലാം കിളിച്ച് വന്നതായിരുന്നു. ഞാനതെല്ലാം താഴെ കൊണ്ടുവന്ന് പറിച്ച് നട്ടിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പൂ വരുന്ന ഒരു ടൈപ്പ് ചീരയായിരുന്നു, എന്നാലും കൊണ്ടുവന്ന് പാകി നട്ട് വെച്ചിട്ടുണ്ട് താഴെ. എല്ലാം നല്ലതുപോലെ കിളിച്ചൊക്കെ വരുന്നുണ്ട്, എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ പൂ അതിനകത്ത് ആയിപ്പോവും. പിന്നെ നമ്മുടെ ഈ തക്കാളിയിൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നെന്ന് പറഞ്ഞ് സങ്കടപ്പെടാറുണ്ട് ചിലർ. അതുകൊണ്ട് എൻ്റെയും ഇങ്ങനെ ചിലതൊക്കെ കൊഴിയുന്നുണ്ട് കേട്ടോ. ഈ പൂക്കളൊക്കെ ഉണ്ടല്ലോ, എല്ലാം നമുക്ക് കായായിട്ട് കിട്ടുമെന്ന് ആരും നിർബന്ധം പിടിക്കരുത് കേട്ടോ. ചിലതൊക്കെ കൊഴിഞ്ഞു പോകും എന്ന് കരുതി നമ്മൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കിട്ടാനുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിലും എന്ത് പച്ചക്കറിയാണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടിയിരിക്കും. ഇപ്പം നമ്മൾ ഈ തക്കാളിയുടെ ചുവടുണ്ടല്ലോ, ഇപ്പോൾ ഇളക്കുന്നൊന്നുമില്ല, കാരണം കുഞ്ഞു കുഞ്ഞു വേരുകളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഈ തക്കാളിയുടെ തണ്ട് അടിഭാഗം ഇങ്ങനെ കനം കുറവും, മുകളിലോട്ട് പോകുന്തോറും വണ്ണം കൂടുതലുമായിരിക്കും. അതിനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കണമെന്ന് പറയുന്നത്. പന്തലിൽ കൊണ്ടുവന്നിട്ട് നമ്മളത് കെട്ടിക്കൊടുക്കണം, ഉറപ്പിച്ച് വയ്ക്കണം. അപ്പോൾ ഒരു കാറ്റോ മഴയോ ഒന്നും വന്നാലും യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇവിടങ്ങ് നിന്നോളും. ഇതിലോട്ട് നമുക്ക് കിച്ചണിലെ കമ്പോസ്റ്റാണ് നമ്മൾ ഇടുന്നത്. നമ്മളിപ്പം 2-2.5 മാസമായ കമ്പോസ്റ്റാണിത്. ഇതിനകത്തോട്ട് ഒരു 2-3 കോരി നമുക്കതിനകത്തോട്ട് ഇടാം. ഇതൊക്കെ ഇടുമ്പോഴും ചുവട്ടിൽ നിന്ന് ഇച്ചിരി ഒന്ന് മാറ്റി ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഇത് നല്ല ചൂടൊക്കെയാണ് നമ്മുടെ ഈ കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. മഴയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. അതിലോട്ട് നമ്മുടെ സ്ഥിരം വളമായ സൂപ്പർ മേലും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി എന്ത് വേണമെന്ന് അറിയാമോ, നല്ലതുപോലെ മണ്ണിട്ട് കൊടുത്തോണം. നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റൊക്കെ അടിച്ച് കലക്കിക്കൊണ്ടൊന്ന് ഒഴിക്കാം. അതിനകത്ത് നമ്മൾ 1 പിടി മുരിങ്ങയിലയും കൂടെയൊക്കെ അരച്ച് ഒഴിച്ച് കൊടുത്താലുണ്ടല്ലോ, നല്ല ഓണം തഴച്ചിഞ്ഞ് വളർന്ന് കയറി വരും. ഇനി മണ്ണൊക്കെ ഇങ്ങനെ ഇരുന്നോട്ടെ. ഇനി നമുക്കിതിൻ്റെ ഇതൊക്കെ ഉയർത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ കുറേ കൂടെ മണ്ണ് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ബലത്തിൽ നമ്മുടെ തക്കാളി ചെടി അങ്ങ് നിന്നോളും. അങ്ങനെ എല്ലാത്തിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളീച്ചയുടെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, വേപ്പെണ്ണയും വെളുത്തുള്ളി ഒരു കുറച്ചെടുത്തിട്ട് നമ്മുടെ തക്കാളിയുടെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ എടുത്തിട്ട് കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 കുടം എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 8-10 അല്ലിയൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് വേണമെന്നറിയാമോ, നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ സത്തെല്ലാം പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ ഈ വേപ്പെണ്ണയായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്പ്രേയറിനകത്താക്കി നമുക്ക് ഇതിനകത്ത് സ്പ്രേ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെടികളിലൊക്കെ വളപ്രയോഗം ആണെന്നുണ്ടെങ്കിലും കീടനാശിനി പ്രയോഗമൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വേണം ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ വളമൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് ഈ പൂവൊക്കെ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ടും നല്ലതുപോലെ പൂക്കളും കായ്കളും ഉണ്ടാകാനായിട്ട് നമ്മൾ കുറച്ച് ഫിഷ് അമിനോ ആസിഡിനകത്ത് സ്പ്രേ ചെയ്യണം. ഈ ഫിഷ് അമിനോ ആസിഡ് ഇല്ലാത്തവർ ഇനി എഗാമിനോ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്തെങ്കിലും സ്പ്രേ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന് ആദ്യം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് നിർത്തണം. ഇത് വെറും പച്ച വെള്ളമാണിത്. എല്ലാത്തിനും നമ്മളിങ്ങനെ വെച്ച് അതിൻ്റെ കാഠിന്യം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എല്ലാത്തിലും ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ്. ഫിഷ് അമിനോ ആസിഡ് ഇതുവരെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി വെക്കണം, ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നവരൊക്കെ. അതുപോലെ തന്നെ എഗ് അമിനോ ആസിഡ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, അതും എനിക്കൊന്ന് ട്രൈ ചെയ്യണം.
അപ്പം ആർക്കെങ്കിലും അത് കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഫിഷ് അമിനോ ആസിഡ് ചെയ്യാത്തവരൊക്കെ ഞാനത് ചെയ്യുന്ന രീതിയും ഉപയോഗിക്കുന്ന രീതിയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. 2 വീഡിയോ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അത് നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചെടികൾക്ക് പൂക്കളും കായ്കളും ഉണ്ടാകാനായിട്ട് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഈ ഫിഷ് അമിനോ ആസിഡൊക്കെ. അപ്പം നമുക്കത് എങ്ങനെയാണ് ഈ തക്കാളിയിൽ പ്രയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു ലേഹ്യം മാതിരിയാണ് നമ്മുടെ ഫിഷ് അമിനോ ഇരിക്കുന്നത്, കണ്ടോ. അപ്പോൾ അതിനകത്ത് ഞാനൊരു സ്പൂൺ അങ്ങ് ഇട്ട് വെച്ചിരിക്കുകയാണ്. എപ്പോഴും പിന്നെ വേറെ സ്പൂണും തിരക്കി നടക്കണ്ടല്ലോ. അപ്പോൾ ഒരു 5 ml എടുക്കണമെന്നാണ് അതിൻ്റെ കണക്ക്. ഞാനിതിപ്പോൾ എത്ര എടുക്കുന്നുള്ളൂ. അപ്പം കൊച്ചുങ്ങൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്നതായ അടപ്പുകളൊക്കെ ഉണ്ടല്ലോ, മരുന്ന് കുപ്പിയുടെ, ആ അടപ്പിനകത്തോട്ട് ഒരു 5 ml എടുത്തിട്ട് നമ്മുടെ സ്പ്രെയറിനകത്തോട്ട് ഒഴിക്കുക. അപ്പോൾ ചൂട്ടിലൊഴിക്കാനെന്നുണ്ടെങ്കിൽ ഒരു 10 ml എടുക്കാം. അപ്പോൾ നമ്മുടെ ചെടിയിലോട്ട് സ്പ്രേ ചെയ്യാനെന്നുണ്ടെങ്കിൽ, പൂക്കളിനകത്തൊക്കെ ഒഴിക്കാനെന്നുണ്ടെങ്കിൽ 5 ml എടുക്കാം. അപ്പോൾ അതിനകത്ത് 1 ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചെടിയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ തണ്ടിലും ഇലയിലും പൂവിലും കായിലും ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഫിഷ് അമിനോ ആസിഡ് തളിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡിന് വലിയ ചിലവൊന്നുമില്ല കേട്ടോ. വീട്ടിൽ ബാക്കി വരുന്ന നമ്മുടെ അയിലയുടെ മത്തിയുടെ ഒക്കെ ബാക്കിയുണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പേര് കേട്ടിട്ട് ആരും പേടിക്കണ്ട, വലിയ സംഭവമൊന്നുമല്ല. കുറച്ച് ശർക്കരയും കുറച്ച് മത്തിയും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാം, അല്ലേ മീ? അതെ, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, അതിൻ്റെ മണ്ട വരെയും നല്ലതുപോലെ പൂക്കൾ വരുന്നത്. അപ്പം നമ്മുടെ ഈ കൊമ്പുകൾ വളരുന്നതിനനുസരിച്ച്, ശിഖരങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ എന്താണ്ട് ഈ ശിഖരങ്ങളെ നമ്മൾ ഈ മേലത്തെ പന്തലുമായിട്ട് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത് കമ്പിയായിട്ട് നമ്മൾ ബന്ധിപ്പിച്ച് ഇങ്ങനെ കൊടുത്തേക്കണം, കണ്ടോ. അപ്പോൾ ഈ കാറ്റോ മഴയൊക്കെ വന്നാൽ അത് ഒരു കുഴപ്പവും പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ കെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വന്ന് നോക്കുമ്പോൾ എല്ലാം ചാഞ്ഞ് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് വള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേപോലെ വെച്ചും കെട്ടണമെന്നൊന്നുമില്ല എൻ്റെ തണ്ടയിൽ. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു കുറേ കഷ്ണങ്ങളാക്കി മാറ്റാൻ, കണ്ടോ. ഇതിങ്ങനെ അങ്ങ് എടുത്താൽ മതി. പിന്നെ നമുക്ക് കുറേ വള്ളിയാക്കി മാറ്റാം, കണ്ടോ. നമ്മുടെ ഒരു 2 തക്കാളി എല്ലാം നമുക്ക്, അപ്പം നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന തക്കാളി മൊത്തം നമുക്ക് ഇച്ചിരി വള്ളി കൊണ്ട് നമുക്ക് കെട്ടി നിർത്താം, കണ്ടോ. കുറേ ആക്കി നമുക്ക് മാറ്റാം. ഒന്ന് നൈസായിട്ട് കെട്ടിക്കൊടുത്തിരുന്നാൽ അതില്ല പാവകളിയൊക്കെ ഇല്ലേ, കയ്യും കാലും ഒക്കെ പൊക്കി കളിക്കുന്ന പാവകളി, അതുപോലെയാണ് നമ്മുടെ തക്കാളി നമ്മൾ നിർത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. അതിനൊന്ന് ചുറ്റി കൊടുത്തിട്ട് നമ്മളിങ്ങനെ മുകളിലോട്ടങ്ങ് കെട്ടിക്കൊടുത്താൽ മതി. മെയിനായിട്ട് ഒരു കമ്പ് നമ്മൾ തുടക്കത്തിൽ തന്നെ കുത്തി കൊടുത്തേക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനെയും നമുക്ക് കെട്ടി കൊടുക്കണം. ഈ തക്കാളിയുടെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഈ കൊമ്പുകൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനാണ് ഓരോ കൊമ്പുകളും ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. ഇനി തക്കാളിയുടെ മൂട്ടിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. വെള്ളം ഒഴുകി പോകുന്ന പിന്നെ അധികം ആവാൻ പാടില്ല, എങ്കിൽ കുറയാനും പാടില്ല. ആ രീതിയിൽ വേണം നമ്മളിതിനകത്ത് വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പം നമ്മൾ വളപ്രയോഗം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ വളപ്രയോഗത്തിൻ്റെ കൂടെ നമ്മൾ 1 സ്പൂൺ സൂഡോമോണസും കൂടെ ഇട്ട് കൊടുക്കാമെങ്കിൽ നമ്മുടെ പിന്നെ ഈ തക്കാളിക്കൊക്കെ വളരെ നന്നായിരിക്കും. ഇപ്പോൾ എൻ്റെ കൈവശം ഇപ്പോൾ സൂഡോമോണസ് ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്യാമെന്നുണ്ടെങ്കിൽ സൂഡോമോണസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഗ്ലൗസും മാസ്കും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതും നല്ലതാണ്. നമ്മുടെ ഈ തക്കാളിയിലൊക്കെ ഒന്ന് പ്രയോഗിക്കാമെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാനും അതിൻ്റെ ചൂടിലിട്ട് കൊടുക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. മാസത്തിൽ 1-2 പ്രാവശ്യം ഓരോ സ്പൂണ് സൂഡോമോണസിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ ഇഷ്ടം പോലെ തക്കാളി ഇപ്രാവശ്യം പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ തക്കാളി കൃഷി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീട്ടിലെ വേസ്റ്റിനെ ഒന്നും വെറുതെ കളയണ്ട, വാരിക്കോരി ഒഴിക്കാം. എങ്ങും കൊണ്ട് ഒളിച്ചും പാത്തൊന്നും ഇടാതെ നമ്മുടെ വീട്ടിൽ തന്നെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ ചെയ്യുക.
അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഈ വേസ്റ്റുകളൊക്കെ നമ്മൾ പല രൂപത്തിലാക്കിയിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒഴിച്ചാലും നമുക്ക് വേണ്ടതായ പച്ചക്കറികളൊക്കെ അവർ നമുക്ക് ഇങ്ങോട്ട് തന്നോളാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നത്. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഷടേന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.